അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും ഡൗട്ടുള്ളൊരു സംഭവമാണ് എങ്ങനെയാണ് നോട്ട് എഴുതുക. എനിക്കും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു പ്രശ്നം. അതായത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അതായത് നമ്മൾ കൊല്ലം തുടങ്ങുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഈ കൊല്ലം ഞാൻ നോട്ട് സൂപ്പറായിട്ട് എഴുതിയിരിക്കും, ലാസ്റ്റ് വരെ അടിപൊളിയായിട്ട് എഴുതുന്നൊക്കെ നമ്മളിങ്ങനെ ഒരു പാറ്റേൺ ഒക്കെ നമ്മളിങ്ങനെ കൊണ്ടുവരും. നമ്മൾ എന്തൊരു ബുക്ക് വെക്കുന്നു, അതിന് നമ്മൾ ഹെഡിങ് ഒക്കെ ഇട്ടിട്ട് എഴുതുന്നു, എന്നിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പാരഗ്രാഫ് അങ്ങനെ കോപ്പി ചെയ്യുന്നു, ക്ലാസ്സിൽ മിസ് തരുന്ന നോട്ട് എടുത്ത് എഴുതുന്നു. അവസാനം ഇതൊക്കെ ആദ്യത്തെ ഒരു മാസം കഷ്ടി എങ്ങനെയെങ്കിലൊക്കെ നടക്കും. പിന്നെ ഈ നോട്ട് എഴുതാൻ നമുക്ക് പ്രാന്തായിട്ട് നമ്മൾ നിർത്തിവെക്കും. എന്നിട്ട് എക്സാം സമയത്ത് ലാസ്റ്റ് അയ്യോ ആദ്യം മുതൽ നോട്ട് എഴുതായിരുന്നു തോന്നും. റിലേറ്റബിൾ ആണോ? റിലേറ്റബിൾ ആണെങ്കിൽ റിലേറ്റബിൾ എന്ന് പറഞ്ഞ് താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ നോട്ട് എഴുതേണ്ടത് എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് എഴുതേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കൊല്ലം ഈ ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മിസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മുതലേ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. കാരണം ലാസ്റ്റിലേക്ക് ആവുന്ന സമയത്ത് ഈ ഒരു നോട്ട് ഉണ്ടാക്കാനൊന്നുള്ള ഒരു ക്ഷമ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ ഇതൊരു ഹാബിറ്റായിട്ട്, ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടാവും, പതുക്കെ ഓരോ ചാപ്റ്ററൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് ചെയ്ത് തുടങ്ങാനുള്ളൊരു സമയം ഉണ്ടാവും. അതൊരു ഹാബിറ്റാക്കി എടുക്കാനും നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നോട്ട് എഴുതേണ്ടത് എന്നാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. സോ ലാസ്റ്റ് വരെ മിസ് ചെയ്യാതെ കാണാം. അപ്പോൾ ഫസ്റ്റ് എന്തിനാണ് നമ്മൾ നോട്ട് ഉണ്ടാക്കുന്നത്? അപ്പോൾ നോട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമുക്ക് എക്സാം സമയത്ത് ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് അറിയാം, അനാവശ്യത്തിനും ആവശ്യത്തിനുമായിട്ടുള്ള ഒരുപാട് ലൈനുകൾ ഉണ്ടാകും. അതിൽ നിന്ന് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കാൻ ഏറ്റവും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നായിരിക്കും ഈ ഒരു നോട്ട്. അതേപോലെ ഒരുപാട് തവണ നിങ്ങൾ ഓർത്തെടുത്ത് എഴുതുന്ന സമയത്ത് അത് നിങ്ങൾക്കൊരു റിവിഷനും കൂടിയാണ്. ഓക്കെ, നിങ്ങളുടെ മൈൻഡിലേക്കാണ് ഇത് കൂടുതൽ തവണ കയറുന്നത്. ആൻഡ് നിങ്ങളുടെ വേർഡ്സിൽ തന്നെ എഴുതുന്നത് കൊണ്ട് നിങ്ങൾക്ക് എക്സാം സമയത്തും ഇത് റീകോൾ ചെയ്ത് എഴുതാനുള്ള മെമ്മറി പവറും കുറച്ചും കൂടെ കൂടും. ഇങ്ങനെ പല ഉപകാരങ്ങളുണ്ട് നമ്മൾ ഈ ഒരു നോട്ട് എഴുതുന്നതിന്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് എന്തൊക്കെ രീതിയിലാണ് നമുക്ക് നോട്ട് എഴുതാൻ പറ്റുക. അപ്പം നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിനെ കോൺസെപ്റ്റിനെ നിങ്ങൾക്ക് ബുള്ളറ്റ് പോയിന്റ്സ് ആക്കിയിട്ട് എഴുതാം. രണ്ടാമത്തത് നിങ്ങൾക്ക് മൈൻഡ് മാപ്പിംഗ് ചെയ്യാം. ഓക്കെ, ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൽ മെയിൻ ആയിട്ടുള്ള സംഭവം എന്താണ്, അതിൽ നിന്ന് വരുന്ന ഡിവിഷൻസ് എന്താണ്, ആ സബ് ടോപ്പിക്കിൽ നിന്ന് വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ടോപ്പിക്കിനെ നിങ്ങൾക്ക് മാപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഒരു ടോപ്പിക്കിനെ നിങ്ങൾക്ക് മാപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. ഒരു ചാപ്റ്ററിനെ കംപ്ലീറ്റ് വരെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ഫ്ലോ ചാർട്ടുകൾ ചെയ്യാൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ ടേബിൾസ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മളെ ഹോൾ വലിയ ടോപ്പിക്കിനെ കുഞ്ഞിതാക്കി ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, എപ്പോഴൊക്കെയാണ് വെൻ ഷുഡ് വി റൈറ്റ് നോട്ട്സ്, എപ്പോഴൊക്കെയാണ് നിങ്ങൾ നോട്ട് ചെയ്തല്ലോ? ഒന്ന് നിങ്ങൾക്ക് ഡ്യൂറിങ് ക്ലാസ്സസ് എഴുതാം. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ടീച്ചേഴ്സ് എങ്ങനെയാണ് നിങ്ങളോട് പറയുന്നത് അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ യൂട്യൂബ് ക്ലാസ്സസ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ ബാച്ചിലുള്ള മക്കളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ബാച്ചിലാകുമ്പോൾ നിങ്ങൾക്ക് നോട്ട് കിട്ടും. പക്ഷെ എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാവുന്നു അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടായിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, റെഡി? അപ്പോൾ ആ നോട്ട് എഴുതുന്ന സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യരുത്, വെറുതെ മിസ് പറയുന്ന മൊത്തം ഇങ്ങനെ എല്ലാ സെൻറ്റൻസും എഴുതി വെക്കുകയല്ല. ആ മിസ് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ സാറ് പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. അതിനർത്ഥം നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നുണ്ടെന്നുള്ളത് വളരെ ഷോർട്ടാക്കിയിട്ട് എഴുതാൻ നോക്കുക. ദെൻ നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം, നമുക്ക് എപ്പോഴും ക്ലാസ് കേട്ടോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചില പോയിന്റ്സ് ഒക്കെ നമുക്ക് മിസ് ഔട്ട് ആയി പോയിട്ടുണ്ടാവും. സോ ആഫ്റ്റർ ക്ലാസ്, അതായത് കുറേ നേരം കഴിഞ്ഞിട്ടല്ല, ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ആ നോട്ട് ഒന്ന് എടുത്ത് നോക്കി അതിനകത്ത് എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് ആഫ്റ്റർ ക്ലാസ് കഴിഞ്ഞ ഉടനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ട് എഴുതാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത്, ടെക്സ്റ്റ് നിങ്ങൾ സ്വന്തം വായിക്കുമ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ കേട്ടതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ എവിടെ ഉണ്ടാവും, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണമെന്ന് അറിയോ, ഫസ്റ്റ് നോട്ട് എഴുതുമ്പോൾ ഓരോ ടോപ്പിക്കിൻ്റെ താഴെയും കുറച്ച് ലൈൻസ് അല്ലെങ്കിൽ കുറച്ച് സ്പേസ് നിങ്ങൾ അവിടെ വിട്ട് വെക്കുക. വീണ്ടും നിങ്ങൾക്ക് അതിലേക്ക് പോയിന്റ് ആഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് ആ ബ്ലാങ്ക് സ്പേസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ലാസ്റ്റ് നിങ്ങൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ വീണ്ടും കിട്ടും. അപ്പോൾ അതും എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ ഫൈനൽ നിങ്ങൾ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് പഠിച്ചു കഴിയുന്ന സമയത്ത് ആ ചാപ്റ്ററിൻ്റെ ഏറ്റവും അടിപൊളി ഒരു നോട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലുണ്ടാവുക. ഒരു ഗൈഡിൻ്റെ ആവശ്യം നിങ്ങൾക്ക് പിന്നെ ഉണ്ടാവില്ല. അതേപോലെ തന്നെ നിങ്ങൾ നോട്ട് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വായിക്കുകയാണെങ്കിൽ, ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണെങ്കിലും ക്ലാസ് കേൾക്കുകയാണെങ്കിലും അത് കെയർഫുൾ ആയിട്ട് വളരെ കീനായിട്ട് ചെയ്യാം. ഓക്കെ, ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് ശ്രദ്ധിക്കുക. ആൻഡ് നമ്മളുടെ കീ ഐഡിയാസ് എന്താണെന്ന് മനസ്സിലാക്കുക. വെറുതെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് കാര്യമില്ല. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ആ ടോപ്പിക്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഇപ്പോൾ ടീച്ചർ പറയുമ്പോഴാണെങ്കിൽ ആ ടീച്ചർ പറയുന്നുണ്ടാവും, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ഇതാണ് നിങ്ങൾ ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ടതെന്ന് പറയുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള
ടീച്ചേഴ്സ് പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാ അവിടെ ശ്രദ്ധിച്ചോ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ പറയുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ആ പോയിന്റ് നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് ടീച്ചർ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കീ ഐഡിയാസ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. പിന്നെ എപ്പോഴും എഴുതുമ്പോൾ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതുക. ടീച്ചർ സംസാരിക്കുന്ന വേർഡ്സോ അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ആ പാരഗ്രാഫ് അങ്ങനെ എഴുതി വെച്ചിട്ട് ഒരു കാര്യമില്ല. ആ നോട്ട് എഴുതുന്നതിൽ ഒരു കാര്യമില്ല, നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവുകയുള്ളൂ. ഓൺ വേർഡ്സിൽ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആൻഡ് ലാസ്റ്റ് ഷോർട്ട് ആക്കി എഴുതുക. വെറുതെ കുറെ നീളങ്ങനെ എഴുതി വെച്ചിട്ട് കാര്യമില്ല, മാക്സിമം ഷോർട്ട് ആക്കുക, പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന രീതിക്ക്. ആൻഡ് നിങ്ങൾക്ക് നോട്ട് എഴുതുന്ന സമയത്ത് അതിനെ ഒന്നും കൂടി നിങ്ങൾക്ക് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അണ്ടർലൈൻ ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകൾ, ഡെഫിനിഷൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ദെൻ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകൾ നിങ്ങൾക്ക് പല പല കളർ ഉപയോഗിച്ച് എഴുതി കഴിഞ്ഞാൽ ഈ കളർ നിങ്ങളുടെ മൈൻഡിലേക്ക് എക്സാം ടൈമിൽ വരും. പിന്നെ ഒന്ന് പറഞ്ഞാൽ ഹെഡിങ്സ് ആൻഡ് സബ് ഹെഡിങ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ദെൻ എന്ന് പറഞ്ഞാൽ ഡയഗ്രാംസും സിമ്പിൾസും യൂസ് ചെയ്യുക. ദെൻ റിവ്യൂ വീക്ക്ലി. ഓരോ വീക്കിലും ഈ നോട്ട് നിങ്ങൾ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ എഴുതിയതെല്ലാം കറക്റ്റ് അല്ലേ, ഒന്നും ആഡ് ചെയ്യാനില്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വീക്ക്ലി ഒന്ന് റിവ്യൂ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഈ എഴുതി വെച്ച സാധനം എടുത്ത് വായിച്ച് നോക്കുക. ഇത് മതി നിങ്ങൾക്ക് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു നോട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഇക്കൊല്ലം മുതൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, നോട്ട് എഴുതാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. കാരണം നിങ്ങൾ വലിയ ക്ലാസ്സിലേക്ക് എത്തി അല്ലേ. അപ്പോൾ നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഇക്കൊല്ലം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, മിസ്സിന് ആ ഒരു പ്രോമിസ് നിങ്ങൾ തരണം. ഇപ്പം ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കമൻറ്റ് ബോക്സിൽ പ്രോമിസ് എന്ന് പറഞ്ഞൊരു വാക്ക് മിസ്സിന് തരിക. ആൻഡ് ലാസ്റ്റ് വരെ, ഈ ഒരു അക്കാഡമിക് ഇയർ എൻഡ് വരെ ഇത് നിങ്ങളൊരു ഹാബിറ്റായിട്ട് കൊണ്ടുപോവുക. ഇത് നിങ്ങൾക്ക് എന്തായാലും ഗുണം ചെയ്യും. ഞാനിത് ചെയ്ത് നോക്കിയിട്ട് വിജയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് മിസ് ഇത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മക്കളെല്ലാവരും ഒരു പ്രോമിസ് എന്നുള്ള കമൻറ്റ് ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഇപ്പോൾ ഈ കൊല്ലം അടിച്ചു പൊളിച്ച് ഫുൾ മാർക്ക് വാങ്ങാം.